നമ്മുടെ നോമിനേഷൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ അക്ബറായിരുന്നു നോമിനേറ്റ് ചെയ്തത്. അക്ബർ നോമിനേറ്റ് ചെയ്തത് നമ്മുടെ നൂറേനെയും ആദിലേനെയുമാണ്. നൂറേനെയും ആദിലേനെയും കൂടി ഒരുമിച്ചിടുക എന്നുള്ളത് അക്ബറിൻ്റെ ഒരു 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 തരത്തിലുള്ള ഗെയിമായിരുന്നു. കാരണം അവർ ഒരുമിച്ച് വന്നാലേ അറിയത്തുള്ളൂ ആരെങ്കിലും പോകുമോ ഇല്ലയോ എന്ന്. അതുപോലെ അക്ബറിന് ഒരു ഉറപ്പുമുണ്ട്, രണ്ടുപേരോട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ഒരാൾ പോകുമോ എന്നുള്ളത് അക്ബറിനറിയാം. അക്ബർ അങ്ങനെ കരുതിക്കൂട്ടി കളിച്ചതാണ്. അതിനുശേഷം നൂറയാണ് ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. നൂറ ഗാർഡനിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ ആ സമയത്ത് ആര്യനും അക്ബറും ഒക്കെ വന്നത് കാരണം നൂറയ്ക്കത് പറയാൻ പറ്റുന്നില്ല. നൂറ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ആരെയാണ് പേടിക്കുന്നത്? ഇത്രയും നാളായില്ലേ? നൈസായിട്ട് നമ്മുടെ അക്ബർ നൂറേനെ ആദിലേനെ നോമിനേറ്റ് ചെയ്തു. എന്നിട്ട് നൂറയ്ക്ക് പേടി. നൂറ ഇങ്ങനെ പലയിടത്തായിട്ട് പോവാണ്, ടോയ്ലറ്റിലും ഡ്രസ്സിങ് റൂമിലൊക്കെ പോവാണ്. ബിഗ് ബോസ് കുറേ വാണിംഗ് കൊടുത്തിട്ട് നൂറയ്ക്ക് പേടിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇവർ പ്ലാൻ ചെയ്ത് ആലോചിച്ച് പോയിൻറ്റ്സ് പഠിച്ച് വെച്ചിരിക്കുക. അപ്പം അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള പേടി കൊണ്ടാണെന്ന് അറിയത്തില്ല, നൂറയ്ക്ക് എന്തായാലും അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മുടെ സാബുമാനെയാണ് വിളിക്കുന്നത്. സാബുമാൻ നടന്നു പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രമോയിൽ കണ്ടു സാബുമാൻ നടന്നുകൊണ്ട് പറഞ്ഞാൽ മതിയോ ബിഗ് ബോസ് എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് എവിടെയെങ്കിലും ഇരിക്കുക, ഷോട്ട് വെക്കണ്ടേ അല്ലേ എന്ന്. അപ്പോൾ ബിഗ് ബോസ് അനുമോളെ ഒന്ന് കളിയാക്കുന്നുണ്ട്. അനുമോൾക്ക് അറിയാമല്ലേ ഷോട്ടൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത്. അങ്ങനെ പറഞ്ഞൊന്ന് കളിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാബുമാൻ വോട്ട് ചെയ്തത് നമ്മുടെ നെവിനും അതേപോലെ അനീഷിനുമാണ്. സാബുമാൻ ഓൾറെഡി ഒരു നോട്ടം ടാർഗറ്റ് നെവിനോടുണ്ട്, നെവിൻ തിരിച്ചുമുണ്ട് ഒരു ഗ്രഡ്ജൊക്കെ. അതിനുശേഷം നോമിനേറ്റ് ചെയ്തത് നമ്മുടെ ആദിലയാണ്. ആദില അക്ബറിനെയും അനീഷിനെയുമാണ് ചെയ്തത്. അക്ബറൊക്കെ ആദിലെ നൂറേനെ ടാർഗറ്റ് ചെയ്യുന്നു, ആദിലയൊക്കെ അക്ബറിനെ തിരിച്ചും ടാർഗറ്റ് ചെയ്യുന്നു. അതിനുശേഷം നോമിനേറ്റ് ചെയ്തത് നമ്മുടെ ഷാനവാസ് ആയിരുന്നു. ഷാനവാസ് ഒരു വോട്ട് കിട്ടിയിരുന്ന ആര്യനെയും അനുമോളിനെയും വോട്ട് ചെയ്തു, നോമിനേറ്റ് ചെയ്തു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ 7 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ആര്യൻ, അക്ബർ, നെവിൻ, നൂറ, അനുമോൾ, സാബുമോൻ, അനീഷേട്ടൻ എന്നിവരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ആദിലയും അതേപോലെ തന്നെ ഷാനവാസും ഈ വട്ടത്തെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആദിലയും നൂറയും വരാത്തതിന് നല്ല പ്രശ്നമുണ്ട് നമ്മുടെ അക്ബറിന്. അക്ബർ ട്രൈ ചെയ്തായിരുന്നു, പക്ഷേ അവർ ഈ രണ്ടുപേരോട് ഒരുമിച്ച് നോമിനേഷനിൽ വന്നിട്ടില്ല. കുറേ നാളുകളായിട്ട് അവർ രണ്ടുപേരോട് ഒരുമിച്ച് നോമിനേഷനിൽ വരുന്നില്ല. അപ്പം ബാക്കി കളികളൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം.